she's my vitals. When I need to rap, she's my ride or die. When I'm out of faith, she's my idol. I just kill the man, she's my alibi. എന്ത് തീരുമാനിച്ചു നീ? ഞാനോ ഇവനോ? എനിക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ട് താല്പര്യമില്ല ദേവ്. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. അപ്പം നിനക്കെന്നെ വേണ്ട അല്ലേ? ഈ നിൽക്കുന്നതന്നെ മതി നിനക്ക്. സിദ്ധുവിനെ മതിയെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഐ എം ചൂസിങ് മൈ സെൽഫ്. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ചൂസ് ചെയ്യുന്നില്ല. എനിക്കെൻ്റെ പാഷനാണ് വലുത്. എൻ്റെ സിംഗിങ് കരിയർ എനിക്കത് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിന് കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം എനിക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വേണ്ട. തീരുമാനങ്ങൾ സൂക്ഷിച്ചും കണ്ടും എടുക്കണം ഋഷി. ഇത് ഞാൻ കുറെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇതിനൊരു മാറ്റം കാണില്ല. നിന്റെ തീരുമാനം ഇതാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. നീ വിചാരിക്കുന്ന ലൈഫ് നിനക്ക് കിട്ടട്ടെ. ഋഷി, ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, നിന്റെ തീരുമാനത്തിന് വല്ല മാറ്റവും ഉണ്ടോ? ഇല്ല, ഇതാണ് എൻ്റെ തീരുമാനം. ഋഷിയെ ഫോഴ്സ് ചെയ്യണ്ട. അവന്റെ തീരുമാനം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അവസാനം കരഞ്ഞു വിളിച്ചു പോയി എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലോ. ആരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ എല്ലാ എക്സാംസും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു പാർട്ട്ണറിനെയും കിട്ടട്ടെ. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നിങ്ങളെന്നെ പൂർണ്ണമായിട്ട് തള്ളിക്കളയല്ലേ. നമുക്ക് ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. പുതിയ ബോയ് ഫ്രണ്ട്സിനൊക്കെ കിട്ടുവാണെങ്കിൽ എന്നോടും കൂടെ പറയണേ. എപ്പോഴും നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഋഷി, ഒരു ചാൻസ് തരുമോ പ്ലീസ്? വേണ്ടത്, എല്ലാം വിട്ടേരെ. നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിനക്ക് കിട്ടട്ടെ. അത് തന്നെ ഋഷി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ഞാൻ ഉടനെ തന്നെ സൗത്ത് കൊറിയ പോകും. കൊറിയയിലൊരു എൻ്റർടൈൻമെൻറ്റ് കമ്പനിയിൽ എനിക്ക് ഓഡിഷന് സെലക്ഷൻ കിട്ടി. ഇന്ന് രാവിലെ ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. ഓ ശരിക്കും? കൺഗ്രാറ്റ്സ് മാൻ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരെ ഞാൻ അറിയുന്നതിൻ്റെ അനുസരിച്ച് വിളിച്ച് പറയാം. അപ്പോൾ ശരി, ഞാൻ എന്നാൽ പോവാ. എനിക്ക് കുറച്ച് പണി ചെയ്ത് തീർക്കാനുണ്ട്. ദേവ്, പോട്ടെ ഞാൻ. ഋഷി, ഞാൻ വെയിറ്റ് ചെയ്താൽ അതിനെന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? വേണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യണ്ട. ശരി. നിനക്ക് സൗത്ത് കൊറിയയിൽ ഏതോ ഒരു കമ്പനിയിൽ ഓഡിഷൻ കിട്ടിയെന്ന് കേട്ടു. നീ പോവാ? ആ, ഇതാര്? ഏട്ടനോ? ഇതെപ്പോൾ ലാൻഡ് ചെയ്ത്? ഞാൻ അത് കുറച്ച് മുന്നേ അങ്ങോട്ട് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ഇതെന്ത് പറ്റി? ഒരു മുന്നറിയിപ്പും ഇല്ലാതാണല്ലോ വരവ്. ഒന്നും പറയണ്ട മോനെ, ഒരു വലിയ കഥയാ. എന്നെ തെണ്ടി ഫയർ ചെയ്തടാ. എന്റെ പൊന്നേട്ടാ, നിങ്ങളെ എത്രാമത്തെ കമ്പനി നീ ഫയർ ചെയ്യുന്നേ? എന്ത് ചെയ്യാനാടാ, എന്റെ ഈ സ്വഭാവം കാരണം ഒരു കമ്പനിയിലും നിൽക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ പറയാനുണ്ടോ? അല്ല, ഈ പ്രാവശ്യം എന്തോ ചെയ്തേ? സിയോനെ തല്ലിയ അതാ കൊട്ടേഷൻ കൊടുത്ത് തെല്ലിച്ച? നിങ്ങളായോണ്ട് ഒന്നും പറയാനൊക്കില്ല. ഏയ്, കൊട്ടേഷനൊന്നും അല്ല. ഞാൻ എൻ്റെ കുറച്ച് കൊളീഗ്സും കൂടെ ചേർന്ന് അങ്ങേർക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുത്ത്. അവനെ പെണ്ണുങ്ങളെ കാണുമ്പം കുറച്ച് ചൊറിച്ചില്ല, അതങ്ങ് തീർത്തു കൊടുത്തു. അപ്പം ആ ജോലിയും പോയെന്ന് ചുരുക്കം. അല്ല, ഇനി എന്താ പ്ലാൻ? ജോലിക്കൊന്നും പോകുന്നില്ലേ മോന്? ഏയ്, എനിക്ക് വേറൊരു കമ്പനി ജോലി സെറ്റായിട്ടുണ്ട്. ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിന്നെ അമ്മ അച്ഛനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. എൻ്റെ ഒരു ഫ്രണ്ട് ഇല്ലേ, സണ്ണി. എടാ, നിന്റെയൊക്കെ ഒരു ഫ്രണ്ട് സാം, അവന്റെ ചേട്ടൻ. ആ, സണ്ണിയുടെ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടിയേക്കുന്നത്. ഓ, സാമിന്റെ ചേട്ടന്റെ കമ്പനിയിലാണോ? സാം അവിടെ തന്നെയല്ല വർക്ക് ചെയ്യുന്നേ? സാം അവിടെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലടാ. അല്ല, അതൊക്കെ അവിടെ നിക്കട്ടെ. ദേവന്റെ കാര്യം എന്തായി? അത് ഞാനെല്ലാം സംസാരിച്ച് വേണ്ടാന്ന് വെച്ചു. സിദ്ധു പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ എനിക്ക് തോന്നി ദേവ് എനിക്ക് പറ്റിയ ആളല്ല. ഞാൻ ആഗ്രഹിക്കുന്ന കൂട്ട് ഒരു സിംഗർ ആവണമെങ്കിൽ ദേവ് എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. പിന്നെ സിദ്ധുവിന്റെ കാര്യവും ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇപ്പം തൽക്കാലം ഒരു റിലേഷൻഷിപ്പ് എനിക്ക് സെറ്റാവില്ല. എന്തായാലും നീ അങ്ങനെ ചെയ്തത് നന്നായി. എന്തിനും നിന്റെ കൂടെ ഞാൻ കാണും. ബൈ ദ ബൈ, ഞാൻ സ്കോപ്പ് മടക്കുന്നുണ്ടല്ലോ കുട്ടാ. എന്താണ് നിന്റെ ഒരു അഭിപ്രായം? അല്ല, നീ വിചാരിക്കുന്ന വിട്ട് ഒരു സിംഗർ ആയി കഴിഞ്ഞ് നീ തിരിച്ച് ദേവിന്റെ അടുത്ത് തന്നെ പോവോ? ഇനി അവന്റെ അടുത്തോട്ട് ഒരു തിരിച്ചുപോക്കില്ല. ഐ ഡിസേർവ് സമ്മൺ ബെറ്റർ ദാൻ ദേവ്.
പിന്നെ മോനി സ്കോപ്പും തൂക്കി പിടിച്ചോണ്ട് അവന്റെ അടുത്തോട്ടൊന്നും ചെല്ലാതിരിക്കുന്നേ നല്ലത്. അവന്റെ സ്വഭാവം അറിയാവല്ലോ, കാലെ പിടിച്ച് താഴെ അടിക്കാനും മടിക്കത്തില്ല. മോനെ ഋഷി, നിനക്ക് ശരിക്കും ഈ റോഷനെ അറിയില്ല. ദേവനെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെന്നൊക്കെ എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. നീ ഒരു പൊട്ടനായോണ്ട അവന്റെ വളച്ചിലൊക്കെ നിന്റെ അടുത്ത് നടന്നത്. അതൊന്നും എന്റെ അടുത്ത് നടക്കൂല മോനെ. നിനക്ക് ദേവന്റെ അടുത്ത് തിരിച്ചു പോകാൻ ഉദ്ദേശമില്ലാത്ത സ്ഥിതിക്ക് അവനെ ഞാൻ വളച്ചിരിക്കും മോനെ, നീ നോക്കിക്കോ. ഇയാൾ എന്താന്ന് വെച്ചാ കാണിക്കേ. അവസാനം ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞേക്കല്ല. ഹീസ് ഫക്കിംഗ് ടോക്സിക്. എന്തെന്ന് പറഞ്ഞാലും ഞാൻ അവനെ വളച്ചിരിക്കും. മോൻ ചേട്ടന്റെ കളിയിരുന്ന് ഗാലറി കാണും. നീ എന്താന്ന് വെച്ചാ കാണിക്കേ. അവസാനം മോങ്ങിക്കൊണ്ട് വരായിരുന്നാ മതി. നിനക്കെന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നീയൊന്നും പറഞ്ഞില്ല. ഫുഡ് അടി മാത്രം നടക്കുന്നുണ്ട്. ഒരു കാര്യമല്ല, 2 കാര്യമുണ്ട് എനിക്ക് പറയാൻ. പക്ഷേ ഇതെങ്ങനെ നിന്നോട് പറയണമെന്ന് എനിക്കൊരു നിശ്ചയവും ഇല്ല. നിനക്ക് എന്തുവാ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ, എന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാനൊക്കൂ. പറയാം. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഏട്ടനോട് പറഞ്ഞ് നിനക്ക് ഞങ്ങളുടെ കമ്പനിയിലൊരു ജോലി സെറ്റാക്കിയിട്ടുണ്ട്. നീയല്ലേ പറഞ്ഞേ എവിടെയെങ്കിലും ഒരു ജോലി സെറ്റാക്കി തരാൻ? അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും? ചുമ്മാ ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്ന സിദ്ധു, ശരിക്കും? ഓക്കെ, അപ്പം രണ്ടാമത്തെ കാര്യം എന്തുവാ? എങ്ങനെ പറയണം, എവിടുന്ന് തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിതൊന്നും വശമില്ല ആക്ച്വലി. സിദ്ധു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സിദ്ധു, ഞാൻ കളിക്കുമല്ല, ഞാൻ സീരിയസ് ആണ്. നീ ഇപ്പോൾ ഒരു തീരുമാനം പറയണ്ട, പതുക്കെ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഞാനിപ്പോൾ എന്താ പറയാ? എനിക്ക് ഋഷിയോടുള്ള ഫീലിങ്സിന്റെ കാര്യമൊക്കെ നിനക്കറിയാവുന്നതല്ലേ? അത് ഋഷി തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്യണ്ടെന്ന്. നീ ഋഷിയിൽ നിന്ന് മൂൺ ആവണം സിദ്ധു. അവൻ ഓൾറെഡി പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നതിന് ഇനിയൊരു അർത്ഥമില്ലെന്ന്. ശരിയാണ്, എനിക്ക് നിന്റെ കാര്യത്തിൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ച് ടൈം വേണം. ടൈം നീ എത്ര വേണമെങ്കിലും എടുത്തോ, ആരും നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല. ശരി. അത് വിട്ടേരെ. പിന്നെ മറക്കണ്ട, ഓഫീസിൽ നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യേണ്ടി വരും. സ്റ്റേ വേണമെങ്കിൽ നിനക്ക് എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിൽക്കാം കേട്ടോ. എൻ്റെ അപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ഓൾറെഡി ഒരാളുണ്ട്, ഇനി ഒരാളും കൂടെ വരാനുണ്ട്. 4 പേർക്ക് ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാം. എന്നാ അങ്ങനെ ചെയ്യാം. പ്ലസ് നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും, എനിക്കൊരു തീരുമാനം എടുക്കാനും പറ്റും. അതൊക്കെ എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശരി. എല്ലാം സെറ്റല്ലേ? ഒന്നും നീ മറന്നിട്ടില്ലല്ലോ? ഒന്നും മറന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പോയിട്ട് വാ മോനെ, നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. അച്ഛൻ നിന്നെ വിളിക്കാന്ന് പറഞ്ഞു. ബിസിനസ് ട്രിപ്പിലായോണ്ടാ പിന്നെ വരാൻ പറ്റാഞ്ഞ. അച്ഛൻ എന്നെ ഇറങ്ങുന്നതിന് മുന്നേ വിളിച്ചായിരുന്നു. എടാ കൊച്ചുകുരുപ്പേ, പോട്ടടാ ഞാൻ. നീ പോന്നേക്കെ കൊള്ളാം. തിരിച്ചു വരുമ്പോ എനിക്ക് മുട്ടായി മേടിച്ചോണ്ട് വരണം കൊറിയാലെ. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വീട്ടിൽ കയറ്റൂല്ലേ, ഇപ്പോഴേ പറഞ്ഞേക്കാം. അതങ്ങനെ ഒരെണ്ണം. ഡേയ്, ഒന്ന് കരഞ്ഞെങ്കിലും കാണിക്കടാ, അഭിനയിച്ചാലും മതി. കരയാനൊന്നും പറ്റൂല, ഓറ മൈനസ് ആവും. ഡാ ചക്ക, നീ പോവാൻ നോക്ക്. ആ കുരുപ്പിന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് നീ പ്രതീക്ഷിക്കണ്ട. നിനക്ക് പിന്നെ ആരെങ്കിലും കരയണോന്ന് അത്രയ്ക്ക് വാശിയാണെങ്കിൽ വേണമെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാം. എന്റെ പൊന്നേട്ടാ, വേണ്ട, അതിനുള്ള ത്രാണി എനിക്കില്ല. ആരെയോ വിളിക്കാൻ പറഞ്ഞു വിടാന്നൊക്കെ പറഞ്ഞാണല്ലോ. ഇതിപ്പോ ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. ഹേയ്, ഗുഡ് മോർണിംഗ്. ഇത് ഋഷി അല്ലേ? അതെ, ഞാനാ ഋഷി. നൈസ് ടു മീറ്റ് യു ഋഷി. ഐ ആം അലി അബ്രഹാം. കമ്പനി അറേഞ്ച് ചെയ്ത തന്റെ പേഴ്സണൽ മാനേജറാണ് ഞാൻ. ഋഷിയുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത് ഞാനായിരിക്കും. നൈസ് ടു മീറ്റ് യു അലി. ഋഷിയുടെ അപ്പാർട്ട്മെന്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷാൽ വി ഗോ? ഓക്കെ അലി, പോവാം. കമ്പനിയുടെ തന്നെ അപ്പാർട്ട്മെന്റ് ആണിത്. ട്രെയിനീസ് മസ്റ്റായിട്ടും ട്രെയിനിങ് കഴിയുന്നത് വരെ ഇവിടെ നിൽക്കേണ്ടതാണ്. നിങ്ങൾക്ക് ട്രെയിനിങ് കഴിയുന്നത് വരെ ഇവിടുന്ന് മാറാനൊക്കില്ല. ഋഷിക്ക് ആവശ്യമായിട്ടുള്ള ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഋഷിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നാളെ കറക്റ്റ് 9:30 ആകുമ്പം ഓഫീസിലെത്തണം. ഋഷിക്ക് ഇവിടെ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിക്ക് ചെയ്യാൻ വരുന്നതായിരിക്കും. ബാക്കി റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇതാണ് എൻ്റെ കാർഡ്. ഇതിൽ എൻ്റെ നമ്പറുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ഇതിലോട്ട് വിളിച്ചാൽ മതി. താങ്ക് യു അലി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ ഋഷി, ഞാൻ എന്നാ പോവാം. ബൈ, ഹാവ് എ ഗുഡ് ഡേ.
ദോ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ആഹാ, എത്തിയോ? അല്ല, നിന്റെ പേരൻസും ചേട്ടനും ഇവിടെ സെറ്റിൽഡ് അല്ലേ? അവർക്ക് വീടൊക്കെ കാണുമല്ലോ. അപ്പം എന്നിട്ട് നീ എന്തിനാ അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് ഇവിടെ നിൽക്കുന്നേ? നിനക്ക് അവരുടെ കൂടെ താമസിച്ചൂടെ? പേരൻസിന്റെ കൂടെ നിന്ന് കഴിഞ്ഞൊരു സുഖം കാണില്ലടാ. ഇതാകുമ്പം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും ചോദിക്കാൻ വരൂല. പേരൻസിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്താലും ബോധ്യപ്പെടുത്തേണ്ടി വരും. എനിക്ക് ഫ്രീഡം വേണം, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയത്. ആ, അത് നീ പറഞ്ഞ ശരിയാ. പേരൻസിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഫ്രീഡം കാണത്തില്ല. എന്നാ നീ വാ, നമുക്ക് അകത്ത് കയറാം. പിന്നെ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ ചീത്ത വിളിക്കല്ലേ അകത്തുള്ളവനെ കണ്ടു കഴിഞ്ഞാ. അതെന്താ സാമേ നീ അങ്ങനെ പറഞ്ഞേ? നീ വാ, എന്തായാലും അകത്ത് ചെല്ലുമ്പോ അറിയാം. ഇവനെന്താ ഇവിടെ? നീ എന്താടാ ഇവിടെ? ശരി, എന്റെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഞാനെന്താ ഇവിടെ എന്നോ? സാം, ഇവനാണപ്പോ നമ്മുടെ റൂംമേറ്റ്. അപ്പൊ നീ ഇവന്റെ കാര്യമാണോ പറഞ്ഞേ? ഇവനിവിടെ നിക്കാൻ പോവാ? നിക്ക മാത്രല്ലടാ, വേണമെങ്കിൽ ഇരിക്കുകയും നടക്കുകയും തലകുത്തി മറിയുകയും ചെയ്യും. എന്തേ? വേണ്ട സാമേ, ഞാൻ ആദ്യം പറഞ്ഞേക്കാം, ഇത് നടക്കൂല. ഓ പിന്നെ ഇയാള് പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ? ഇനി എന്തായാലും ഞാൻ ഇവിടെ നിക്കുക തന്നെ ചെയ്യും. ആഹാ, അതെനിക്കൊന്ന് കാണണമല്ലോ. ആടാ, നമുക്ക് കാണാം. രണ്ടൊന്ന് നിർത്തുവോ? കൊറേ നേരം കൊണ്ട് രണ്ടെണ്ണം കൂടെ എന്റെ ക്ഷമ പരീക്ഷിക്കുക. നീ എന്തത്തിനെ കിണിക്കുന്നേ? നിന്നോടും കൂടെ ഞാൻ പറഞ്ഞേ. ഓ ശരി എന്റെ പൊന്നോ. ഇനി മുതൽ ഋഷി അറിയപ്പെടാൻ പോകുന്നത് JK എന്നായിരിക്കും. സോ ട്രെയിനിങ്ങിന്റെ ഇടയിൽ തന്നെ ഒരു ആൽബം റിലീസ് ചെയ്യണം. അത് സോളോ ആൽബം അല്ലെങ്കിൽ കൊളാബ് ചെയ്തതാവാം, അതൊക്കെ ഋഷിയുടെ ഇഷ്ടം പോലെ. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നീ സോളോ ആൽബം നോക്കുന്നതെങ്കിൽ ഇൻഹൗസ് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ബിസിയാണ് കറന്റ്. അതുകൊണ്ട് കൊളാബ് ചെയ്ത ആൽബം ഇറക്കുന്നതായിരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. അത് എന്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഋഷി കൊളാബറേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ മാനേജ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ആളുടെ മെയിൻ ഫോക്കസ് റാപ്പാണ്. ഹി ഈസ് ഓൾസോ എ ന്യൂ ബി. അയാളും ട്രെയിനിങ് പീരീഡിൽ തന്നെയാണ്. ആളുടെ ഫസ്റ്റ് ആൽബത്തിനുള്ള വർക്കിങ്ങിലാണ്. 6 ട്രാക്സ് ആണ് ആൽബത്തിലുള്ളത്. അതിൽ 5 ട്രാക്സിലും ഒരു വോക്കലിസ്റ്റിന്റെ ആവശ്യമുണ്ട്. 5 ട്രാക്സിലും വോക്കൽസിന്റെ റാപ്സിന്റെ ഇമ്പോർട്ടൻസ് ഈക്വൽ ആണ്. നിങ്ങൾ രണ്ടുപേരുടെ ഇമ്പോർട്ടൻസ് ഒരേപോലെ ആയിരിക്കും ആ ആൽബത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് ആ ആൽബത്തിൽ നിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവോ എന്നൊരു കൺസേൺ വേണ്ട. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എനിക്ക് നിന്റെ അഭിപ്രായം അറിയണം. അലി, എനിക്ക് ഈ കൊളാബറേഷനോട് താല്പര്യമില്ല. ഇപ്പം ആൽബം റിലീസ് ആവാൻ ഇച്ചിരി താമസിച്ചാലും സാരമില്ല. പ്രൊഡ്യൂസർ ഏതെങ്കിലും ഫ്രീ ആയി കഴിഞ്ഞ് എനിക്കൊരു സോളോ ആൽബം ചെയ്താൽ മതി. ഋഷിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ നാളെ ഞാൻ പറഞ്ഞ ആളെ ഒന്ന് പോയി കാണാൻ പറ്റുമോ? അയാളെ കണ്ടു കഴിഞ്ഞ് നിന്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം വന്നാലോ? അയാളെ ഞാൻ പോയി കണ്ടോളാം, പക്ഷെ എന്റെ തീരുമാനത്തിനൊരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ആള് പ്രാക്ടീസ് ചെയ്യുന്നത് 3rd ഫ്ലോറിലാണ്, റൂം നമ്പർ 307. ഇന്ന് പോയി നോക്കണ്ട, ആളിവിടെ ഇല്ല, ലാംഗ്വേജ് ക്ലാസ്സിന് പോയേക്കുക. ശരി, ഞാൻ നാളെ പോയി സംസാരിച്ചോളാം. എന്നാ അലി പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ റൂമിനകത്തായിരിക്കും അയാളുള്ളത്. പോയി നോക്കാം. എൻ്റെ ശബരിമല മുരുക, ഞാൻ എന്തായി കാണുന്നേ? ഹായ് ഋഷി, ഐ ആം റാം മനോഹർ. അലിയെല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. തൻ്റെ സ്റ്റേജ് നെയിം എന്തുവായിരുന്നു? JK. ഓ യെസ്, JK. ഐ ലവ് ഇറ്റ്. മൈൻ ഈസ് RM. എൻ്റെയും ട്രെയിനിങ് പീരീഡ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂബീസ് ട്രെയിനിങ് പീരീഡ് ഒരു ആൽബം ഇറക്കണമെന്നുള്ളത് കമ്പനിയുടെ റൂളാണ്. ആൽബത്തിന് പ്രൊഡ്യൂസറൊക്കെ സെറ്റാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന റാപ്പിലാണ്. 6 ട്രാക്സ് ഉള്ള ആൽബത്തിൽ 5 ട്രാക്കിലും വോക്കലിസ്റ്റിന്റെ ആവശ്യമുണ്ട്. ഈ ആൽബത്തിന് റാപ്പിനുള്ള ഇമ്പോർട്ടൻസ് തന്നെയാണ് വോക്കൽസിനും. തൻ്റെ ഓഡിഷന്റെ പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ജസ്റ്റ് സെലക്ട് ആയതേ ഉള്ളൂ. അന്ന് തന്നെ എനിക്ക് തൻ്റെ വോയിസ് ഇഷ്ടമായതായിരുന്നു. 2 ദിവസം മുന്നെയാണ് തനിക്ക് സെലക്ഷൻ കിട്ടിയ കാര്യം അലി എന്നോട് ഒന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഋഷിയ ഈ ആൽബം കൊളാബ് ചെയ്താലോ എന്നൊരു ആശയം ഞാൻ മുന്നോട്ട് വെച്ചു. തന്നോട് സംസാരിച്ചിട്ട് പറയാന്നാ അലി അന്നേരം പറഞ്ഞത്. എന്താണ് തൻ്റെ അഭിപ്രായം? ഒന്നും നോക്കണ്ട ഋഷി, നോ പറഞ്ഞോ. നോ പറയാൻ അത്രയ്ക്ക് പാടൊന്നുമല്ലല്ലോ. നോ പറ. ഋഷി, താനൊന്നും പറഞ്ഞില്ല. എന്തോ നോക്കി നിൽക്കുക ഋഷി, അങ്ങോട്ട് പറ പറ്റില്ലെന്ന്.
നോ പറയാൻ ഇത്രയും പാട് പറ. But fuck, his thighs are so damn fucking sexy. God, Rishi, you are acting like a pervert right now. Rishi, നീ ഇതുവരെയായിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് കൊളാബിന് സമ്മതമാണ്. That's great. നമുക്ക് ഉടനെ തന്നെ അലിയോട് ഇതിനെ പറ്റി സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. ഈ കറിക്കകത്ത് നിന്നോട് ആരാടാ ഉപ്പ് വാരിയിടാൻ പറഞ്ഞേ? പിന്നെ ഉപ്പില്ലാത്ത കറിക്കകത്ത് പഞ്ചസാര വാരിയിടാൻ ഒക്കുവോ? അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, അതിന് ഉപ്പില്ല. ഡാഡാ ഏലിയൻ ഉണ്ടായവനെ, നിനക്ക് ജലദോഷമാണോ? ജലദോഷമുള്ളവർക്ക് ഉപ്പ് അറിയാൻ പറ്റുവോ? ഓ അത് ശരിയാണല്ലോ. കഴിച്ചിട്ട് വായി വെക്കാൻ പോലും കൊള്ളൂല. ഇത് നീ തന്നെ മൊത്തം തിന്ന് തീർത്തോണം, എന്തായാലും രുചി അറിയത്തില്ലല്ലോ. അപ്പൊ കൈപ്പറിയൂല. അയ്യടാ, എന്നിട്ട് ബീബി കൂട്ടിയിട്ട് ഞാൻ ചാവാനല്ലേ? നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോടാ. അപ്പൊ എങ്ങനാ? ഫുഡ് ഓർഡർ ചെയ്യല്ലേ? എന്നെ കൊണ്ട് പട്ടിണി കിടക്കാൻ പറ്റൂല. പട്ടിണി കിടക്കണ്ടെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യേണ്ടി വരും. ഓർഡർ ചെയ്യാൻ പോവാ. എന്തോ വായി നോക്കി നിക്കുക, പോയി കഥവ് തുറക്കടാ. ഒരു ചെറിയ ജലദോഷം വന്നെന്ന് പറഞ്ഞ അടവ് കൊടുത്തിരിക്കുക. ഇപ്പൊ ഒക്കെ ആയല്ലോ, മര്യാദക്ക് ഇനി മുതൽ പണിയെടുത്തോണം. അല്ല, നിന്റെ വിചാരം എന്താ ഞാൻ നിന്റെ വേലക്കാരനാണെന്നോ? കുറെ നേരം കൊണ്ട് സഹിക്കാൻ ഞാൻ. എന്നെ കൊണ്ട് എന്റെ തനി സ്വഭാവം നീ എടുപ്പിക്കല്ലേ. കിടന്ന് ചിലക്കാതെ കഥവ് തുറക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ആ ഉപ്പ് കറി മൊത്തം നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കും. ഓ പിന്നെ ഒരു വലിയ രാജാവ് വന്നേക്കുന്നു. ഇതിപ്പോ ഏത് കുരിശാണാവോ? ഹായ് ചെല്ലോ, നീ എന്നെ മറന്നോ? അത്ര പെട്ടെന്നൊന്നും നിനക്ക് എന്നെ മറക്കാൻ പറ്റില്ലെന്നറിയാം. റോഷനേട്ടൻ വന്നായിരുന്നോ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വായോ, റൂം കാണിച്ചു തരാം. ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്, വന്നിട്ട് കഴിക്കാം. ആടെ സമയം ദാ വരുന്നു. അപ്പൊ സാം പറഞ്ഞ 4ാമത്തെ റൂംമേറ്റ് ഇങ്ങേരല്ലേ? അപ്പൊ ശരി കൂട്ടാ, ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്തിനാ സാമേ എന്നോട് ഈ ജതി ചെയ്തേ? റോഷനേട്ടന്റെ നല്ലൊരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നു, അതെന്തായാലും അങ്ങ് നികന്ന്. നിന്നെ ഒന്ന് ഒതുക്കാൻ അങ്ങേർക്കേ പറ്റത്തുള്ളൂ. ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഒതുങ്ങില്ലായിരുന്നു. എനിക്ക് അങ്ങേരെ പേടിയാ, നിനക്ക് അറിഞ്ഞൂടെ? ചില്ലറയൊന്നും അല്ലല്ലോ അപ്പ അവൻ ഋഷിയെ നീ ഇട്ട് കഷ്ടപ്പെടുത്തിയത്. അനുഭവിച്ചോ? എല്ലാം അവന്റെ ബ്രാക്ക. അല്ല, നിനക്കെന്താ റോഷനേട്ടൻ ഇത്ര പേടി? ഋഷി വാ, നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പോവാം. ഋഷി ഇവിടെ നിന്ന് എങ്ങും വരുന്നില്ല. അവൻ എക്സാമിനല്ല 8 നില പൊട്ടിയിട്ട് വന്നേക്കുവാ. അല്ല, നിനക്കെങ്ങനെ ഉണ്ട് എക്സാമിന് മാർക്ക്? അയ്യോ റോഷനേട്ടൻ എക്സാമിന്റെ മാർക്ക് പറഞ്ഞ റോഷനേട്ടൻ വീട്ടിൽ ചെന്ന് മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. കള്ളം പറയാം, ഞാൻ എല്ലാത്തിനും പാസ്സായി. ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ മാർക്കെല്ലാം. ഓ, നീ എല്ലാം പാസ്സായി? അങ്ങനെ വേണം, നല്ലോണം പഠിക്കണം. എന്നാ നീ പോയി കളിച്ചോ. ഋഷി വരുന്നില്ല, അമ്മ അവന് പണിഷ്മെന്റ് കൊടുത്തേക്കുക. കുറച്ച് ദിവസത്തേക്ക് അവനെ കളിക്കാൻ വിടുന്നില്ല. അയ്യോ റോഷനേട്ട, ഇവൻ പച്ചക്കള്ളം പറയുക. ഞാൻ ഇംഗ്ലീഷിനെങ്കിലും പാസ്സായല്ലോ, ഇവൻ അതിനും പൊട്ടി. ഇവൻ പാസ്സായിട്ടില്ല, ഇവൻ എല്ലാത്തിനും പൊട്ടി. എന്നിട്ടില്ലയോ റോഷനേട്ട, ഇവന് സ്കൂളിൽ വെച്ച് എന്നോട് പറയുക ഇവൻ അമ്മയോട് പോയി മാർക്കൊന്നും പറയൂലെന്ന്. അയ്യോ ഇല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല റോഷനേട്ട. ഈ ദേവ് കള്ളം പറയുക. എന്നോട് പറഞ്ഞ കാര്യ ഞാൻ ഞാൻ സത്യാ പറയുന്നേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, റോഷനേട്ടന് ഇവന്റെ വീട്ടിൽ പോയി ചോദിക്ക് ഇവന്റെ അമ്മയോട് ഇവൻ മാർക്ക് കൊണ്ടുവന്ന് കാണിച്ചോന്ന്. അപ്പൊ അറിയാലോ ആരാ കള്ളം പറയുന്നേന്ന്. ഓഹോ, അപ്പം കാര്യങ്ങൾ ഇങ്ങനൊക്കെയാണ്. അല്ല, ഇതിപ്പോ ആരാ സത്യം പറയുന്നേ? ഇനി സത്യം അറിയാൻ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. ദേവന്റെ വീട്ടിൽ പോയി അവന്റെ അമ്മയോട് കാര്യം ചോദിക്കാം. എന്നാ വാ ദേവ്, നമുക്ക് നിന്റെ വീട്ടിൽ പോവാം. ഋഷി, നീ അകത്ത് കയറി പോയിരുന്ന് പഠിക്കാൻ നോക്കിക്കേ. റോഷനേട്ട വേണ്ട, അമ്മയോട് പറഞ്ഞ അമ്മേനെ തല്ലും. അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ വേദന എൻ്റെ അമ്മോ, എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. അയ്യോ, ഞാനിത് ആരോട് പറഞ്ഞു ചിരിക്കൂ? അയ്യോ, എനിക്ക് വയ്യേ ചിരിക്കാൻ. ആ സമയത്ത് ഞങ്ങളെന്തോ 3 4 ഒക്കെയാ. റോഷനേട്ടൻ ആ സമയത്ത് 8ാം ക്ലാസ്സിലും. എന്നിട്ട് അമ്മ എന്നെ റോഷനേട്ടന്റെ വീട്ടിൽ ട്യൂഷന് പറഞ്ഞു വിട്ട്. അതിലും വലിയ ട്രോമയാ. എന്നെ കരയിപ്പിക്കുക, അതായിരുന്നു റോഷനേട്ടന്റെ എന്റർടൈൻമെന്റ്. ബുക്ക് എടുക്കടാ, എന്തോ നോക്കി ഇരിക്കുക. ഞാൻ ഇന്ന് തന്ന ഹോംവർക്ക് ചെയ്തോ നീ? ഞാൻ ബുക്ക് എടുത്തു. ഹോംവർക്ക് റോഷനേട്ടൻ ഇന്നലെ തന്നില്ലായിരുന്നല്ലോ. റോഷനേട്ടൻ ഹോംവർക്ക് ഒക്കെ തന്നെയാ, ഞാനെല്ലാം ചെയ്തു. ഞാൻ നല്ല കൊച്ച. റോഷനേട്ട, ഈ ദേവ് ഒന്നും ചെയ്യൂല. ദേവ് ചീത്ത കുട്ടിയാ, അവന് പണിഷ്മെന്റ് കൊടുക്കണം. ഞാൻ മറന്നു പോയോണ്ടല്ലേ, മനഃപൂർവ്വം ചെയ്യാതിരുന്നല്ല. ഞാൻ ഹോംവർക്കിന്റെ കാര്യം മറന്നുപോയി.
മറന്നതായാലും മനഃപൂർവ്വം ചെയ്യാതിരുന്നതായാലും ശരി, ഇതിന് പണിഷ്മെന്റ് ഉണ്ട് എന്നും പറഞ്ഞ റോഷനേട്ടൻ ഒരു വടിയെടുത്ത് ടേബിളിൽ വെച്ചു. അതും നല്ല കനമുള്ള ഒരു സാധനം. എന്നിട്ട് റോഷനേട്ടൻ നിന്നെ തല്ലിയ? ഇല്ല, അതിനു മുന്നേ ഞാൻ വലിയ വായ കിടന്ന് കരയാൻ തുടങ്ങി. അയ്യോ റോഷ്നേട്ടാ, എടുത്തല്ലേ. ഞാനിനി നല്ല കൊച്ചായിക്കോളാം. ഞാൻ ഹോംവർക്കൊക്കെ ചെയ്തോളാം. എന്നെ തല്ലല്ലേ, അടിച്ചാ നോവും. റോഷ്നേട്ടാ, ദേവനെ അടിക്കണ്ട, അവൻ പാവല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഹോംവർക്ക് ചെയ്യാത്തവർക്ക് പണിഷ്മെന്റ് ഉണ്ട് എന്നും പറഞ്ഞ റോഷനേട്ടനെ ടേബിളിരുന്ന വടിയെടുത്ത്. പിന്നെ ഞാൻ ഒറ്റ ഓട്ടമായിരുന്നു. വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് അമ്മയുടെ അടുത്ത് പോയിരുന്ന് കരയുന്നതാ. അയ്യേ, നീ ഇത്രക്ക് പേടിത്തൊണ്ടനായിരുന്നോ കൊച്ചിലെ? പിന്നെ ഓർമ്മയുള്ള ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചാൽ കുറച്ച് വലുതായി കഴിഞ്ഞിട്ടാ. അന്ന് 18 വയസ്സ് എനിക്കുണ്ട്. ഋഷിക്ക് അന്ന് 18 ആവുമായിരുന്നു. അവന്റെ ബർത്ത്ഡേയുടെ ദിവസമായിരുന്നു. 18 വയസ്സായോണ്ട് ഞങ്ങൾ രണ്ടുപേരും ബിയർ മേടിച്ച് അടിക്കാൻ തീരുമാനിച്ചു. ബിയർ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച്. എന്നിട്ട് ഋഷിയുടെ വീട്ടിൽ നിന്ന് അടിക്കാൻ പ്ലാൻ ഇട്ടു. അന്ന് ഋഷിയുടെ അമ്മയും അച്ഛനും റോഷനേട്ടനും കൂടെ ഏതോ കല്യാണത്തിന് പോയേക്കുമായിരുന്നു. അതുകൊണ്ട് പിറ്റേന്നും കണ്ടേ വരത്തുള്ളായിരുന്നു. പക്ഷെ റോഷനേട്ടന് ഞങ്ങളുടെ പ്ലാൻ നേരത്തെ അറിയായിരുന്നു. അങ്ങേര് കയ്യോടെ വന്ന് തൂക്കി ഞങ്ങൾ രണ്ടുപേരെ. അപ്പൊ ഞങ്ങളില്ലാത്തപ്പോ രണ്ടിന്റെ പരിപാടി ഇതാല്ലേ? അയ്യോ റോഷനേട്ടൻ, നമ്മള് പെട്ടു. അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ട വേണ്ടെന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ ബിയർ ആരെ ഒപ്പിച്ചേ? എനിക്കിപ്പോ അറിയണം. സത്യം പറഞ്ഞോ? ഞാനാ. ഇത് ഞാൻ എന്തായാലും നിന്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞിരിക്കും. അവരും കൂടെ അറിയട്ടെ മോൻ എന്തുവാ കാണിച്ചു കൂട്ടുന്നതെന്ന്. നീ ഒറ്റ ഒരുത്തനാണ് ഋഷിയും കൂടെ വഴിതെറ്റിക്കുന്നത്. അച്ഛനാണെങ്കിൽ മദ്യം ഒന്ന് കേൾക്കുന്നത് ദേഷ്യമാണ്. പിന്നെ ഞാൻ കുടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും പറയണ്ടല്ലോ. അന്ന് എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറേ കിട്ടി. കുറേ എന്ന് പറഞ്ഞാൽ കുറേ. വെറുതെ അല്ലേ റോഷനേട്ടനെ നിനക്ക് ഇത്രയ്ക്ക് പേടി? അങ്ങേര് നിന്റെ ചൈൽഡ്ഹുഡ് ട്രോമയായിരുന്നല്ലേ. അങ്ങേരെ എനിക്ക് ഇപ്പോഴും പേടിയാ. അല്ല, ഈ സ്റ്റോറിയിലൊന്നും സിദ്ധു ഇല്ലല്ലോ. അവന് നിങ്ങളുടെ കൂടെ കൊച്ചിലെ തൊട്ടേ ഉള്ളതല്ലായിരുന്നോ? സിദ്ധു അവൻ കുറച്ചുകൂടെ മെച്ചുവേർഡായിരുന്നു ഞങ്ങളെക്കാട്ടിലും ഒക്കെ. അപ്പം ഈ ടൈപ്പ് കാര്യത്തിലൊന്നും അവൻ വരത്തില്ലായിരുന്നു വിളിച്ചാലും. ഇത്രയും പറഞ്ഞ കഥയിൽ നീ വെറും പാവമായിരുന്നു. എനിക്കറിയാവുന്ന ദേവല്ല നീ പറഞ്ഞ ഇപ്പം കഥയിലുള്ള ദേവ്. പിന്നെ നീ എപ്പോഴാ പിന്നെ ഇങ്ങനെ ടോക്സിക്കായേ? UG ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാനും ഋഷിയും സെറ്റായേ. ഞങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ടോക്സിക്കും കൺട്രോളിങ് ആയിട്ടുള്ള ഒരാളായി മാറിയേ. ഋഷി എന്നെ ഇട്ടിട്ട് പോവോ എന്നുള്ളൊരു ഭയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചേ. സാമിന് അറിയാവുന്ന ഒരു ദേവല്ലായിരുന്നു ഋഷിക്കും സിദ്ധുവിനും അറിയാവുന്ന ദേവ്. എൻ്റെ സ്വഭാവം മാറിയോടെ ഞാനും സിദ്ധു എപ്പോഴും അടിയായി. ഋഷി എൻ്റെ മാറ്റം അക്സെപ്റ്റ് ചെയ്തെങ്കിലും സിദ്ധുവിനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഏതോ ഒരു പോയിന്റില് സിദ്ധുവിനെ ഞാൻ ശത്രുവായിട്ട് കാണാൻ തുടങ്ങി. സിദ്ധു ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ബ്രേക്കായി പതിയെ. അങ്ങനെ ഞാൻ ഋഷീനെയും സിദ്ധുവിൻ്റെ അടുത്തു നിന്ന് മാറ്റാൻ ശ്രമിച്ചു. എല്ലാം ഋഷിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ എൻ്റെ സ്വഭാവം കാരണം തന്നെ എനിക്ക് ഋഷിയെ നഷ്ടമാവുകയും ചെയ്തു. എനിക്ക് വിഷമമുണ്ട് ഒത്തിരി. പക്ഷേ അവൻ ആഗ്രഹിച്ചൊരു ജീവിതം അവന് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പം ഒരു സന്തോഷമുണ്ട്. അവൻ പറഞ്ഞ പോലെ അവൻ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നെങ്കിൽ അവൻ്റെ ഡ്രീംസ് ഒന്നും അവന് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം സംഭവിച്ചത് നല്ലതിന് വേണ്ടിയാണെന്ന് ചിന്തിച്ചാൽ മതി. ഋഷി നിനക്കുള്ള ആളല്ലായിരുന്നു. നിനക്കുള്ള ആൾ ഇവിടെ എവിടെയോ ഉണ്ട്. അയാൾ നിന്നെ തേടി വരും, അല്ലെങ്കിൽ നീ തന്നെ അയാളെ കണ്ടുപിടിക്കും. എന്താണ് ഗൈസ് ഇവിടെ ഒരു ചർച്ച? സത്യം പറയടാ, ഈ സാമിനെ ട്യൂൺ ചെയ്യാൻ നോക്കുവല്ലേ? ഋഷിയെ ട്യൂൺ ചെയ്ത് നീ വശത്താക്കിയതാ. പക്ഷെ സാമിനെ ഞാൻ വശത്താക്കാൻ സമ്മതിക്കൂല മോനെ. എന്റെ പൊന്നോ, നീ തന്നെ വെച്ചവനെ, എനിക്കൊന്നും വേണ്ട. അതെ അതെ, ഞാനുള്ളപ്പോ എന്തിനാവനെ സാം? അതെന്താ റോഷനട്ട അങ്ങനെ ഒരു ടോക്ക്? അത് തന്നെ, അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഈശോയെ, ഇതിനെ എന്റെ തലയിലാക്കല്ലേ. 방송이 안녕하세요. 동과. 지금 피디 안녕하세요. All right, let's start with the verse. Let me know. Great. One more. One more. Oh.
It's the way that you can ride. It's the way that you can ride. Think I'm meant to win another life, so break me up another time. Very good. Few time. Few time with. Yeah. Few time with that. Good. Okay. Let's swim. 이렇게 Give us some 시작해도 되는 music. 거야? Swim, swim, water falling off your skin. Swim, swim. I could spend a lifetime watching. My world, run away, yes, to wake up in this my world. Name a place that I could breathe in this my world. Looking like a goody in this bad world. Bad world, don't know how to act, girl. I'm in the team, tell me where to. അങ്ങനെ 6 ട്രാക്കിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞു. പ്രൊഡ്യൂസർ പറഞ്ഞു കേട്ടില്ലേ, ഋഷിയുടെ പെർഫോമൻസ് അൺറിയലിസ്റ്റിക് ആയിരുന്നു എന്ന്. നിന്റെ പെർഫോമൻസിനെ പറ്റി പറയാനിരിക്കാൻ വയ്യ ഋഷി, അത്രയ്ക്ക് നല്ലതായിരുന്നു. ഓരോ ലൈൻസ് നീ 1-2 ടേക്കിനുള്ളിൽ ശരിയാക്കിയെടുത്തു. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. നിനക്ക് നല്ല ടാലന്റ് ഉണ്ട്. താങ്ക് യു റാം. പിന്നെ എന്നെ പുകഴ്ത്തുന്നതിൻ്റെ ഇടയിൽ നീ നിന്റെ കാര്യം മറന്നു. പ്രൊഡ്യൂസർ എന്നെ മാത്രമല്ല അപ്രീഷിയേറ്റ് ചെയ്തത്, നിന്നെയും കൂടിയാണ് റാം. നമ്മുടെ 2 പേരുടെയും വോയിസ് നല്ല രീതിക്ക് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്. വി മേഡ് എ ഗുഡ് ടീം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൽബം റിലീസിങ്ങും പിന്നെ അതിന്റെ പ്രൊമോഷനുമാണ്. ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഓഫ് കോഴ്സ് വി ഷുഡ് ഡു ഇറ്റ് ടുഗെദർ. അപ്പൊ എങ്ങനെ റാം, റെക്കോർഡിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അപ്പാർട്ട്മെന്റിലോട്ട് പോവല്ലേ? ആ ഋഷി, അതെ. പക്ഷേ അതിന് മുന്നേ മേ ഐ ഹഗ് യു? യാ ഷുവർ. കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്. MVക്ക് നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വെറും 1 hourനുള്ളിലാണ് 1 million അടിച്ചേക്കുന്നത്. ഇത് നിങ്ങളെ 2 പേരുടെയും ഫസ്റ്റ് ആൽബമാണ്. ആസ് എ ന്യൂബീസ് ഇറ്റ്സ് എ ബിഗ് തിങ്. താങ്ക് ഗോഡ്. ഞാൻ ഇത്രയും സപ്പോർട്ട് പ്രതീക്ഷിച്ചേ ഇല്ല. താങ്ക്സ് ടു ഋഷി. അവൻ ഈ കൊളാബറേഷന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ആൽബം ഇത്രയ്ക്ക് ഹിറ്റ് ആവുമെന്ന്. ഇത് നമ്മൾ 2 പേരുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്. ഈവനിങ് വ്യൂവേഴ്സ്, നിങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ചൊന്ന് ലൈവിന് പോകണം. ജസ്റ്റ് ഒരു ഫാൻസുമായിട്ട് ഒരു ഇന്ററാക്ടിങ് സെക്ഷൻ, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് 2 പേരും കുറച്ച് നെർവസ് ആയിരിക്കും. സാരമില്ല, പതുക്കെ മാറിക്കോളും. ഡേയ്, നിങ്ങൾ ഋഷിയുടെ ആൽബം കേട്ടായിരുന്നോ? ഇജാതി സാധനം. അത് അവനാ പാടിയെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ കേൾക്കാതെ ഞാൻ സ്റ്റോറി വരെ ഇട്ടു ഇൻസ്റ്റാഗ്രാമില്. ഫാൻസിന്റെ സൈഡിൽ നിന്ന് നല്ല രീതിക്ക് റെസ്പോൺസ് ഉണ്ട്. 1 hourനുള്ളിൽ 1 million അടിച്ചു അത്രേ. ഋഷിയുടെ വോയിസ് കേട്ടപ്പം എനിക്ക് ഒത്തിരി പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ. നീ രാത്രി ഇരുട്ടത്ത് എന്ത് ചെയ്യ എവിടെ? എന്ത് പറ്റിയത്? കാര്യം പറ. നീ എന്തിനാ കരയുന്നേ? ഏയ് ഒന്നുമില്ല. ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ നീ കരയുന്നേ? കാര്യം പറ ദേവ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഋഷി എന്നെ ഒന്ന് വിളിച്ചതുപോലും ഇല്ലല്ലോ. എനിക്കറിയാം ഞാൻ അവനിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഞാനത് ഡിസേർവ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഹേർട്സ്. ഋഷി എന്നെ പൂർണ്ണമായി മറന്നു കഴിഞ്ഞു. അവനിപ്പോ എന്നെ ഓർമ്മ കൂടി കാണില്ല. ഐഷ്, അതിനാണോ നീ കരയുന്നേ? എടാ, അവൻ ബിസി ആയിരിക്കും. എല്ലാം ഒന്ന് ഒഴിഞ്ഞു കഴിയുമ്പം അവൻ വിളിക്കും നിന്നെ. ഇല്ല, അവൻ എന്നെ വിളിക്കില്ല. അവൻ എന്നെ മറന്നു. ആര് പറഞ്ഞു അവൻ നിന്നെ മറന്നൂന്ന്? ഫോൺ എടുക്ക്. ഹലോ ഋഷി. ഹായ് ദേവ്. എല്ലാം അറിഞ്ഞല്ലോ. എൻ്റെ ആൽബം റിലീസായി. ഐ മീൻ ഞങ്ങളുടെ ആൽബം. അറിഞ്ഞു ഋഷി. നിങ്ങളുടെ പാട്ട് ഞാൻ കേൾക്കുകയും ചെയ്തു. എനിക്കൊത്തിരി ഇഷ്ടമായി. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ നിന്റെ സൗണ്ട് എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നീ ഓക്കെ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? ഐ മിസ് യു. ഐ മിസ് യു ടു. എനിക്കും നിങ്ങളെല്ലാവരെയൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. വേറെന്താ, സുഖമാണോ? അതെ, എനിക്ക് സുഖമാണ്. നിനക്കും സുഖമല്ലേ? എന്നാൽ ശരി, ഞാൻ വെക്കുക. ഇടയ്ക്കൊക്കെ വിളിക്കാം സമയം കിട്ടുമ്പോൾ. ഓക്കെ ഋഷി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ദേവ്. ടേക്ക് കെയർ. ഇപ്പൊ ഹാപ്പി ആയില്ലേ നീ? ആയി. Why did you kiss me?
Why did you kiss me back? I don't know. വളച്ചു നീട്ടില്ല, ഞാനൊരു കാര്യം പറയാം. ദേവ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. കുറേ നാളായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പിന്നെ നീയും ഋഷിയും സെറ്റായോണ്ടാ നിന്റെ പുറകെ ഞാൻ വരാഞ്ഞത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഐ തിങ്ക് ഐ ഹാവ് എ ചാൻസ് വിത്ത് യു. നിനക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. ദേവ്, പതുക്കെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. ആലോചിക്കാനൊന്നുമില്ല. റോഷനിൽ നോ പറയാൻ മാത്രം ഞാനൊന്നും കാണുന്നില്ല. എനിക്ക് ഇനിയും ഇങ്ങനെ ഋഷി ആലോചിച്ചിരിക്കാൻ പറ്റില്ല. എനിക്കും വേണ്ട ഒരു ജീവിതം. ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇപ്പം ഞാനൊരു റിലേഷൻഷിപ്പിലാവാൻ ഓക്കെയാണ്. ശരിക്കും? അതോ നീ പകരം വിട്ടാൻ നോക്കുവാണോ കൊച്ചിലെ നിന്നെ ബുള്ളി ചെയ്തതിന്? അല്ല, എന്നെ വിശ്വസിക്കാം. എനിക്ക് ശരിക്കും റോഷനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഓക്കെയാണ്. ഓക്കെ, പക്ഷെ പെട്ടെന്ന് ഈ റോഷനേട്ടൻ വിളി മാറിയിട്ട് ഈ റോഷൻ വിളി എന്താ? അത് പിന്നെ എനിക്ക് ക്രിഞ്ചടിക്കുന്നു നിങ്ങളെ ഏട്ടാന്ന് വിളിച്ചിട്ട്. അല്ല, ഞങ്ങൾ എന്തായി കാണുന്നേ? ഒരു പ്രപ്പോസൽ സീനല്ലേ? ഇനി എന്തൊക്കെ കാണേണ്ടി വരുവോ ആവോ. ആ, ഇതാര്? എന്താണ് ഇങ്ങോട്ടൊക്കെ? ഒന്നും പറയണ്ടല്ലേ, മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അതെന്താ ഇപ്പൊ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവാൻ കാരണം? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതെനിക്ക് ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിച്ചേ പറ്റൂ. നീ കാര്യം പറയാം, എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കൂ. ഐ തിങ്ക് ഐ മീൻ ലവ്. അടിപൊളി. എന്നിട്ട് ആരാണ് ഭാഗ്യവതി? അതല്ലേ പ്രശ്നം. ഭാഗ്യവതി അല്ല, ഭാഗ്യവതന. യു മീൻ ഇറ്റ്സ് എ ബോയ്? ഋഷിയാണെന്ന് മാത്രം നീ എന്നോട് പറയല്ലേ. സോറി അളിയ, പറ്റിപ്പോയി. എടാ മഹാഭാവി, നീ എന്റെ ജോലിയും കൂടെ കളയുവോ? നിനക്കറിഞ്ഞൂടെ ഡേറ്റിംഗ് എല്ലാം അവിടെ അല്ലെന്ന്? എനിക്കറിയാൻ പാടില്ല. മനസ്സിനോട് പറഞ്ഞിട്ട് മനസ്സൊന്ന് മനസ്സിലാക്കണ്ടേ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ തന്നെ പറ. എന്തായാലും ഇത് വലിയ കാര്യമൊന്നുമല്ല. സത്യം പറഞ്ഞ K-pop ഐഡൽസിന് പകുതി എണ്ണത്തിന് ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. റിലേഷൻഷിപ്പ് തൂക്കാതെ നോക്കണം, അതിലാണ് കാര്യം. എടാ, അതിന് റിലേഷൻഷിപ്പ് ഒക്കെ പിന്നത്തെ കാര്യമല്ലേ. ആദ്യം അവൻ എന്നോട് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണ്ടേ. അവന് ബോയ്സിനോട് ഫീലിങ്സ് ഉണ്ടോന്ന് അറിയണ്ടേ ആദ്യം. അവൻ സ്ട്രെയിറ്റ് ആണെങ്കിലോ? ആ കാര്യത്തിൽ നീ സേഫ് ആണ്. ഋഷിക്ക് ബോയ്സിനോട് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഋഷിക്ക് നേരത്തെ ഒരു ബോയ് ഫ്രണ്ട് ഉള്ളായിരുന്നു. പക്ഷെ അവര് ബ്രേക്കപ്പ് ആയി. നീ ഋഷി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അപ്രോച്ച് ചെയ്തോ, അതിൽ ഞാനൊന്നും പറയത്തില്ല. അവസാനം ഇത് റിലേഷൻഷിപ്പ് വരെയൊക്കെ പോവുകയാണെങ്കിൽ ഇത് ഹൈഡ് ചെയ്യാൻ നിങ്ങൾ നോക്കിക്കോണം. ആ റിസ്ക്കും കാര്യങ്ങളും എല്ലാം ഓർത്തിട്ട് വേണം മുന്നോട്ട് പോവാൻ. മനസ്സിലായോ? നോക്കട്ടെ എന്തായി തീരുവോ ആവോ. ഋഷിയോട് നീ ഒന്ന് ഓപ്പണായി സംസാരിക്കേ, എല്ലാം ശരിയാവടാ. നിന്നെ പോലൊരു തങ്കക്കുടം പോലുള്ള ഒരു മാനേജറിനെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യം ചെയ്തോ ആവോ. എന്നെ സോപ്പിട്ട് ഇവിടെ നിൽക്കാതെ അവനെ പോയി വളയ്ക്കാൻ നോക്ക്. ഹലോ ഋഷി, നീ എവിടാ? ഫ്രീ ആണോ? ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഫ്രഷ് ഒക്കെ ആയിരുന്നു, സെറ്റ് ആയതേ ഉള്ളൂ. നീ പറ. ഋഷി, എനിക്ക് നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനെന്താ, ഡേറ്റും പ്ലേസും ടൈമും പറഞ്ഞാൽ മതി, ഞാൻ വരാലോ. അല്ല, എനിക്ക് നിന്നെ ഇപ്പം കാണണം. ഞാനിപ്പം നിന്റെ അപ്പാർട്ട്മെന്റിലോട്ട് വരട്ടെ? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിക്കും? എനിക്കെന്ത് പ്രശ്നം? നീ വന്നു. ആക്ച്വലി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്തായാലും നീ വാ. ആണോ? എന്നാ ഞാൻ ദാ വരുന്നു. നിനക്കെന്താ പറയാനുള്ളത്? അതാദ്യം പറ, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്കറിയാം, നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പം നോർമലായിട്ടുള്ള ആൾക്കാരല്ല. ലോകം മുഴുവൻ ഫാൻസ് ഉള്ള 2 പാട്ടുകാരാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പോലും നമ്മുടെ ചുറ്റും കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ ചെറിയ ഡിസിഷൻ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മുടെ ഫ്യൂച്ചറിൽ ബാധിക്കാം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല റാം. പക്ഷേ നീ അതെങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾ മീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 1 വർഷത്തിന്റെ ഇടയിൽ നമ്മൾ ഒത്തിരി അടുത്തിരിക്കുന്നു. വി ആർ റിയലി കംഫർട്ടബിൾ വിത്ത് ഈച്ച് അതർ. നമ്മൾ ഒരേ തോണി സഞ്ചരിക്കുന്നവരാണ്. സെയിം ഡ്രീം, സെയിം ഗോൾ. നമുക്ക് ഇനി അങ്ങോട്ട് ഈ യാത്ര ഒരുമിച്ച് സഞ്ചരിച്ചാലോ? അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായി. റാം, എനിക്ക് നിന്നോട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. ഇനി ലൈഫിൽ മൊത്തം നീ മുന്നോട്ട് എൻ്റെ കൂടെ വേണമെന്നൊരാഗ്രഹം. ഐ ഡോണ്ട് നോ ഇഫ് ഐ എം ആസ്കിങ് ടു മച്ച്, ബട്ട് റാം, ഐ റിയലി ലവ് യു സോ മച്ച്. നിനക്കൊരു കാര്യം അറിയോ? ഇതൊക്കെ തന്നെ ഞാൻ നിന്നോട് പറയാമെന്നേ. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു? എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഋഷി. എനിക്ക് വേറൊന്നും പറയാനില്ല. കാരണം ഞാൻ പറയാനുള്ള ഡയലോഗൊക്കെയാണ് നീ പറഞ്ഞേക്കുന്നേ. സോ ലെറ്റ്സ് മേക്ക് ദിസ് വർക്ക്ഔട്ട്.
സോ നൗ വി ആർ ബോയ് ഫ്രണ്ട്സ് റൈറ്റ്? ചെറിയൊരു തിരുത്തുണ്ട്, വെറും ബോയ് ഫ്രണ്ട്സ് അല്ല, സീക്രട്ട് ബോയ് ഫ്രണ്ട്സ്. നമ്മൾ രണ്ടുപേരും ഒന്ന് സെറ്റിൽ ആവുന്നത് വരെ നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി ആരും അറിയണ്ട. എല്ലാം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞ് നിന്നെ ഞാൻ ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്യും, അതും എല്ലാവരുടെ മുന്നിൽ വെച്ച്. അതൊക്കെ ടൈം ആവുമ്പോൾ നടക്കും. നൗ ലെറ്റ്സ് ഫോക്കസ് ഓൺ അവർ കരിയർ ടുഗദർ. അങ്ങനെങ്കിൽ അങ്ങനെ. I'm fucking lonely. 나 혼자 서네. So fucking lonely. Somebody come back. 찬란한 여우 속에서 남겨져 있어. 싫어 이 hotel room에 혼자 떠있어. 시끄러운 경적 소리 좁아진 방에 높이 나 내게 갇혔어. I tried a million times to let you go. So many memories are on the floor. And now I hate to see these out all long. Just wanna go back home. So next, Jake is going to perform for you. Okay. Next up. Yes or no? Let's go. Sing another love song, baby. It's my way of putting feelings out. All the traffic in my head's gone crazy. I'm gonna trust my heart right now. And if it's better to bet on us, then I double down. And if we end up in bed, and I put the covers down. And if I'm wrong, I just bury my head deep on the ground. I gotta know, are you feeling the rush? If so, then I think I know what's going on. Falling in love, say yes or no. Yes or no? Yes or no? Are you thinking about us? If so, then I think I know what's going on. Now we're falling in love. Say yes or no? Yes or no? Yes or no? Hey guys, I have a big announcement. എന്ത് അനൗൺസ്മെന്റ്? എന്നോട് ഇവനൊന്നും പറഞ്ഞില്ലല്ലോ. Jake and I have been secretly together for 5 years. അയ്യോ, പ്രപ്പോസ് ചെയ്യാൻ പോന്നാ? ഞാൻ പ്രിപ്പയർ അല്ല, ഒരു വാക്ക് പറയായിരുന്നു. And today, I'm going to propose him in front of all of you. Rishi, will you marry me? I have been waiting for this moment. Yes. അല്ല, ഇനി എന്തോ പ്ലാൻ? നിങ്ങൾ ഇനി എന്നാ തിരിച്ചു പോന്നേ? ഞാനും റാമ എന്തായാലും 1 മാസമെങ്കിലും കാണും നാട്ടി. അതെ, നെക്സ്റ്റ് മന്ത് തൊട്ട് ഇനി ഞങ്ങൾക്ക് പുതിയ ആൽബത്തിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളും തുടങ്ങും. അതുവരെ ഇവിടെ നിൽക്കാം. നെക്സ്റ്റ് മന്താണ് ഞാനും സിദ്ധും കാനഡയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതെ, കാനഡ പോയിട്ട് വേണം ഒന്ന് അടിച്ചു പൊളിക്കാൻ. എബ്രോഡിൽ പോയി സെറ്റിൽ ആവാ എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അതെന്തായാലും എൻ്റെ ചെക്കൻ സഹായിച്ചു തരാൻ പോവാ. എല്ലാവരും ഇങ്ങോട്ടും ശ്രദ്ധിച്ചേ. ഈ ഒരു അവസരത്തിൽ എനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് പറയാൻ. ദേവിന്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു ബേബിയെ റേസ് ചെയ്യണോ എന്നത്. അതെന്തായാലും ഉടനെ നടക്കും. വി ആർ ഫൈൻഡിങ് എ വുമൺ ഹു ക്യാൻ ക്യാരി അവർ ബേബി ത്രൂ സറോഗസി. അതെന്തായാലും നല്ലൊരു കാര്യമാണ്.
നിങ്ങൾ രണ്ടുപേരും ആ ബേബിക്ക് നല്ലൊരു പേരൻസ് ആയിരിക്കണം. പിന്നെ നിന്റെ ടോക്സിസിറ്റി ഒന്ന് ആ കൊച്ചിന്റെ മേലെ എടുത്തേക്കല്ലേ. ഞാനല്ലേലും നന്നായി, ഞാൻ നന്നാക്കി എടുത്തു എന്ന് പറയടാ. ഓ പിന്നെ ഞാൻ തന്നെ നന്നായതാ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഋഷിക്ക് റാമിന് ഇഷ്ടമാവാൻ എന്താ കാരണം? അത് വൻ കോമഡിയാ. ഋഷി പറയട്ടെ? ഏയ് വേണ്ട, പറയണ്ട. ഞാൻ പറയും. ആഹാ, നീ ധൈര്യമായിട്ട് പറയാളിയാ. അവനെന്നെ ഫസ്റ്റ് കാണുമ്പോ ഞാൻ ജിമ്മിലായിരുന്നു. സോ ഐ വാസ് വെയറിങ് എ ഷോർട്സ്. അപ്പം എന്റെ തൈസ് കണ്ടിട്ട് അവന് ക്രഷ് അടിച്ചു അത്രേ. ഇയാള് കൂടുതൽ ചിരിക്കണ്ട. എന്നെ പ്രൊവോക്ക് ചെയ്തതും പോരാഞ്ഞിട്ട് ഇയാൾക്ക് വല്ലതും പാൻറ് വിട്ടുവിടായിരുന്നോ? ഓ മതി എണിച്ചത്, കൊറേ നേരം ആയല്ലോ.